ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ അത് നേടിയെടുക്കുന്നതിന് രാജ്യത്തെ ഭരണാധികാരികൾ എത്രമാത്രം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തുതരം പ്രവർത്തനങ്ങളാണ് ഇതുവരെ ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ് ആനുകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ, ആനുകാലിക ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചോദ്യമായി API ഉയർത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് എല്ലാ മേഖലകളിലും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്തെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയം, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ആ ഭരണഘടനയിൽ ചില ഭേദഗതികൾ രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനയെ മുഖവിലക്കെടുക്കാതെ അവരവരുടേതായ നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ കടിഞ്ഞാണിടാൻ വേണ്ടി രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ, ഭരണഘടനാപരമായ ചില ഭേദഗതികളിലൂടെ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് കൃത്യമായി ചെയ്യേണ്ട, ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാപരമായ ചില ഭേദഗതികൾ, പുതിയ ചില നയങ്ങൾ മുതലായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിപ്പോരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു 4 പരിപാടികളുമായിട്ടാണ് API ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടക പ്രസംഗകനും അതിനുശേഷമുള്ളവരും സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ഇന്ത്യയിൽ ഇന്ന് ആവശ്യമായിട്ടുള്ളത് 4 തരം പരിഷ്കരണങ്ങളാണ്. എന്തൊക്കെയാണവ? നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിച്ചാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ജനാധിപത്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്താണ്. രാഷ്ട്രീയത്തിൽ ചില പരിഷ്കരണങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ് ഇന്ത്യയിൽ അത്യാവശ്യമായി നടപ്പാക്കപ്പെടേണ്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം? സാധാരണ ആൾക്കാർ മനസ്സിലാകുന്ന എന്താണ്? ഇലക്ഷൻ നടക്കുമ്പോൾ പോയി വോട്ട് കുത്തും. അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് കുത്തി അവരെ അധികാരത്തിലെത്തി അവിടെ കൊണ്ട് കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെ കൂടുതൽ ജനങ്ങളും ഇന്ന് പുലർത്തിപ്പോരുന്നത്. അതല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചില പോരായ്മകൾ, ചില മുഖ്യമായുമുള്ള ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിസ്സംഗത പുലർത്തുന്ന സാഹചര്യത്തിലാണ് സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്താണത്? അപ്പോൾ നമ്മൾ പരിശോധിക്കണം, എന്ത് തരം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, പാർലമെന്റ് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് വോട്ടിംഗ് രീതി, തെരഞ്ഞെടുപ്പ് രീതി ഇന്നും അശാസ്ത്രീയമായ ഒരു രീതിയാണ് തുടർന്നു പോരുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യയെ ഉൾപ്പെടെ ഏകദേശം 10 രാജ്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് ഇന്ത്യ ഇന്ന് അവലംബിച്ച് പോരുന്നത്. അതിന് കാരണം എന്താണ്? നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരണഘടന നിലവിൽ വരുമ്പോൾ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രീതിയെ പറ്റിയുള്ള ചർച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായി. അന്നും ഈ സമ്പ്രദായത്തിന് പകരം ആനുപാതിക ജനാധിപത്യ സമ്പ്രദായം കൊണ്ടുവരണമെന്ന് ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും അന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ, കാരണം ഇന്ത്യയുടെ നിരക്ഷരത അല്ലെങ്കിൽ സാക്ഷരത വളരെ കുറവായിരുന്നു. വെറും 5% മാത്രം ഉണ്ടായിരുന്ന 5% മാത്രമായിരുന്നു 1949 ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് ആയതുകൊണ്ട് മാത്രമാണ് അന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവലംബിക്കുവാനിടയായ സാഹചര്യം. അത് മാറ്റാൻ പിന്നീട് വന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിയാതെ പോയി. കാരണം നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച നടന്നു, എന്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അങ്ങനെ അവസാനം ബാബാ സാഹേബ് അംബേദ്കർ തന്നെയാണ് അതിന് ഒരു പരിഹാരമെന്നുള്ള നിലയിൽ പറഞ്ഞത്, കുറച്ചു കാലത്തേക്കെങ്കിലും ഈ രീതി തുടർന്ന് മതിയാകൂ. നിർഭാഗ്യവശാൽ 1956 ബാബാ സാഹേബ് അംബേദ്കറുടെ പരിനിർമ്മാണത്തിന് ശേഷം അത്തരമൊരു ചർച്ച പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഇന്ത്യയിൽ നടന്നിട്ടില്ല. അങ്ങനെ അവസാനം ഈ കഴിഞ്ഞ 25 വർഷക്കാലം, അതായത് 1990 ശേഷം ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ പരിഷ്കരണത്തെപ്പറ്റി യാതൊരു വിധമായ ചർച്ചയും നടക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ്
അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പുതിയ ഒരു തെരഞ്ഞെടുപ്പ് സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണമായി മുന്നോട്ട് വരുന്നത്. അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അതിനകത്ത് ജനാധിപത്യം എന്നാൽ പങ്കാളിത്തവും കൂടിയാണ്. ഇത് പങ്കാളിത്തമില്ല, ചെറിയ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കേവലം വെറും 37% മാത്രം വോട്ടുള്ള BJP എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കുന്നത്? 37% മാത്രമുള്ള BJPക്ക് ശതമാനം കണക്ക് നോക്കുമ്പോൾ 188 സീറ്റ് മാത്രമാണ് ലഭിക്കേണ്ടത്. 188 MP-മാരാണ് BJPക്ക് ലഭിക്കേണ്ടത്. എങ്ങനെയാണ് അവർക്ക് 303 MP-മാരുണ്ടായത്? അത് തീർച്ചയായും നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ ഒരു പോരായ്മയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമ്പ്രദായം മാറ്റേണ്ടത് അത്യാവശ്യമായി ഇന്ത്യയിൽ മാറ്റേണ്ടത് ഇന്ന് API മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 1951 സെൻസസ് പ്രകാരം നമ്മൾ പരിശോധിക്കണം. അത് പങ്കാളിത്തമില്ലായ്മ കൊണ്ട് തന്നെയല്ല അത് അശാസ്ത്രീയം. അതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു പോരായ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് പങ്കാളിത്തമില്ലായ്മ എന്നുള്ളത്. അത് ആനുപാതിക പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ MP-മാരുടെ എണ്ണം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് 543 MP-മാരാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. 1951 സെൻസസിൽ ഇന്ത്യയുടെ ജനസംഖ്യ വെറും 36 കോടി ഉണ്ടായിരുന്നപ്പോൾ 488 MP-മാർ ആണ് ഉണ്ടായിരുന്നത്. അന്ന് ഏകദേശം 7 ലക്ഷം പേർക്കാണ് ഒരു MP എന്ന അനുവാദം പോയിരുന്നത്. അന്ന് 7 ലക്ഷം പേർക്ക് ഒരു MP ആണെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ ജനസംഖ്യ 130 കോടിയിലെത്തുമ്പോൾ ഏകദേശം 20 ലക്ഷം ആൾക്കാർക്കാണ് ഒരു MP എന്ന കണക്ക് വരുന്നത്. അതുതന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം സമഗ്രമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത API വളരെ അടിയന്തരമായി മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ വിപ്പ് സിസ്റ്റം. എന്താണ് വിപ്പ് സിസ്റ്റം? നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ MLA-മാർക്കും MP-മാർക്കും കടിഞ്ഞാണിടുന്നതിന് വേണ്ടിയുള്ളതാണ് വിപ്പ് സിസ്റ്റം. അതായത് ഒരു MLA നമ്മുടെ നിയോജക മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പാർലമെന്റുകളിൽ മത്സരിക്കുമ്പോൾ ഒരാൾ മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ മാത്രം ഒരു MP അല്ല, അത് ആ മണ്ഡലത്തിലെ എല്ലാ ആൾക്കാരുടെയും പ്രതിനിധീകരിക്കുന്ന MP ആണ്. ഈ വിപ്പ് സിസ്റ്റത്തിലൂടെ പാർട്ടിയുടെ ചട്ടുകങ്ങളായി തലയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിപ്പ് സിസ്റ്റവും മാറ്റണമെന്നാണ് അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ ഫണ്ടിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം പണക്കൊഴുപ്പിൻ്റെ ഒരു ഇലക്ഷനായിട്ടാണ് ഇത് മാറുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു വിധമായ മാനദണ്ഡവുമില്ല. അതുകൊണ്ടാണ് API മുന്നോട്ട് വെക്കുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ഫണ്ടിങ്ങിന് അത് സ്റ്റേറ്റ് ഇലക്ഷൻ ഫണ്ട് ഏർപ്പെടുത്തണമെന്ന് API ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പരിഷ്കരണം പോലെ തന്നെയാണ് ജുഡീഷ്യറിയുടെ പരിഷ്കരണം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സുപ്രീം കോടതി ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിൽ ഒരുപാട് കുഴപ്പങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതെന്താണ് മനസ്സിലാക്കുന്നത്? ഈ സുപ്രീം ജഡ്ജിമാരുടെ നിയമനം ചില കേന്ദ്രങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ പങ്കാളിത്തമില്ലാത്തതുപോലെ തന്നെ ജുഡീഷ്യറിയിലും പങ്കാളിത്തമില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് ജുഡീഷ്യറിയുടെ പരിഷ്കരണം. കാരണം ജുഡീഷ്യറി ഇന്ന് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അല്ല. അത് സ്വതന്ത്രമായ ചില രീതികളിലൂടെയാണ് ജുഡീഷ്യറി കടന്നു പോകുന്നത്. കാരണം ഇന്ത്യൻ ജുഡീഷ്യറിക്ക് സ്റ്റേറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സമഗ്രമായ പരിഷ്കരണം ആവശ്യപ്പെടുന്നുണ്ട് API. ഈ ആവശ്യപ്പെടുന്ന മറ്റൊരു പരിഷ്കരണമാണ് വിദ്യാഭ്യാസ പരിഷ്കരണം. അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കരണം. നമുക്കറിയാം, സാമ്പത്തികമായ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇന്ന് ഏകദേശം ഒരു വർഷം 90 ലക്ഷം
തൊഴിൽ ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അല്പമെങ്കിലും മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന നിലനിന്നിരിക്കുകയാണ്. പുതിയ പഠന റിപ്പോർട്ടുകൾ വരുന്നത് എന്താണ്? 2040 എടുക്കും ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടാൻ എന്നതാണ്. അതുകൊണ്ട് സാമ്പത്തിക മേഖലയിലുള്ള പരിഷ്കരണം ഇന്ത്യയിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംബേദ്കറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ